പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെ തള്ളിപ്പറയും. ഹല്ലേലൂയ. ആ വചനത്തിന്റെ യഥാർത്ഥ പൂർണ്ണത എന്ന് പറയുമ്പോൾ 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ ചേർത്ത് വായിക്കണം. അതിനുശേഷം 13-ാമത്തെ വാക്യം കൂടെ വായിക്കണം. എന്ന് പറഞ്ഞാൽ, നാം അവരോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. ഹല്ലേലൂയ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാം സഹിപ്പാനുള്ള ഒരു സഹന ശക്തി നമുക്കുണ്ടാകും. ഹല്ലേലൂയ. കാരണം അങ്ങനെ നമ്മൾ അവരോടുകൂടെ എല്ലാം സഹിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, പാപത്തിൽ വീണപ്പെട്ട ശരീരം, പാപശരീരത്തെ നമ്മൾ നീക്കി നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ ആ ക്രൂശമരണത്തിൽ നമ്മൾ പങ്കാളിയായി മാറണം. നമ്മൾ പങ്കാളിയായി മാറുന്നെങ്കിൽ മാത്രമേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം നമുക്ക് വാഴാൻ കഴിയുള്ളൂ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം നമ്മൾ വാഴുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് വരുന്ന സകല കഷ്ടതയും സഹിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ അവരോടുകൂടെ സഹിക്കുമ്പോഴാണ് നമുക്ക് ആ നിത്യതയിൽ എത്തിച്ചേരാൻ പറ്റുന്നത്. നമ്മൾ തള്ളിപ്പറഞ്ഞാൽ നമ്മുടെ കർത്താവ് നമ്മെ തള്ളിപ്പറയും. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഈ തിരുവെഴുത്ത് എന്ന് പറയുന്ന സകല ജനങ്ങൾക്കും ഒരുപോലെ ദൈവം നൽകി തന്നിരിക്കുന്നതാണ്. രക്തജയം. വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുണ്ട്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചോളം അതിനും വളരെ പ്രാധാന്യമുണ്ട്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങളുടെ ഈ ലോക ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ വില കൊടുക്കേണ്ടതാണ്. എങ്ങനെയും നമുക്കിവിടെ ജീവിക്കാം, അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നൊക്കെ ഓരോരുത്തർ പറയുന്നില്ലേ. ചെല്ലുപറയിൽ ഇവിടെ ജീവിക്കാം, അടിച്ചു പൊളിച്ച് ജീവിക്കാം, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരേറെയുണ്ട്. പക്ഷെ ഒരു ദൈവത്തിന്റെ വേദനയെ സംബന്ധിച്ചിടത്തോളം അവന് ലോകക്കാർ ജീവിക്കുന്ന ലോകത്തെ കണ്ട് പഠിക്കുവാനല്ല, ലോകക്കാർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് പോലെ ഇവിടുത്തെ ദുർനടപ്പ് ജീവിതങ്ങളിലേക്ക് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവരോടുകൂടെ മരിച്ചുവെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ക്രിസ്തുവില്ലാത്ത ജീവിതം എന്നൊക്കെ പറയുന്നത്, ഹല്ലേലൂയ, കാരണം പൊട്ടക്കിണർ പോലെ എന്നൊക്കെ വേണേൽ പറയാം. പ്രൈസ്. പൊട്ടക്കിണറിൽ എന്താണുള്ളത്? അല്ലേ? സകല അശുദ്ധമായതും എല്ലാ ഇഴജന്തുക്കളും ഒക്കെ വന്ന് ചാടുന്ന സ്ഥലമാണ്. നമ്മുടെ ജീവിതം അങ്ങനെ ആയിത്തീരാതെ നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം, ജയത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. നിങ്ങളും ആ കർത്താവിന്റെ സിംഹാസനം അവകാശമാക്കത്തക്ക നിലയിൽ നിങ്ങൾ കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ന്യായപ്രമാണത്തെ നിങ്ങൾ ദിനംപ്രതി ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോടു കൂടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ ഹല്ലേലൂയ പൗലോസ് വ്യക്തമാക്കി തരുന്നതിന്റെ കാരണം. ഹല്ലേലൂയ. നിങ്ങൾ ജയം ശോഭിക്കണം, ജയം ഭരിക്കണം. ജയജീവിതമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും എന്ന് ഹല്ലേലൂയ നമ്മൾ വചനം വായിക്കുമ്പോൾ, ക്രൂശില്ലെങ്കിൽ കിരീടമില്ല. ദൈവമക്കൾക്ക് ദൈവം കിരീട അവകാശിയാണ് ആമേൻ തരാൻ ആഗ്രഹിക്കുന്നത്. കിരീടാവകാശം നമുക്കറിയാം. ജീവകിരീടമുണ്ട്, വാഗ്ദത്ത കിരീടമുണ്ട്, തേജസ്സിന്റെ കിരീടമുണ്ട്, നീതിയുടെ കിരീടമുണ്ട്, പ്രശംസ കിരീടമുണ്ട്. ഇതൊക്കെ വേദപുസ്തകം പറയുന്നതാണ്. ഈ കിരീടങ്ങളിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന കിരീടത്തെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 1:12 വെച്ച് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. അവൻ കൊള്ളാകുന്നവനായി തീർന്ന ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം. അപ്പൊ നമുക്ക് ഒരുപാട് പരീക്ഷകളുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സ്നേഹിതാണ് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷകളുണ്ട്. ആ പരീക്ഷകളെല്ലാം നിങ്ങൾ അതിജീവിക്കണം. ഹല്ലേലൂയ. 1-ാം ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്ന കുട്ടി 10-ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞ് 10-ാം ക്ലാസ്സിലെ പരീക്ഷ 1-ാം ക്ലാസ് തൊട്ട് 9-ാം ക്ലാസ് വരെ പഠിച്ചു തന്നെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്
10ാം ക്ലാസ്സിലെ വിഷയങ്ങളൊക്കെ വളരെ ഭാരപ്പെട്ടതാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷകളിൽ കുഞ്ഞുങ്ങൾ ഓടി ഒളിച്ചാൽ അവർക്ക് ജയം പിടിക്കാൻ പറ്റത്തില്ല. അവരെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജയജീവിതം മുമ്പോട്ട് നയിക്കുവാൻ പാപത്തെ വെറുത്തുകൊണ്ട് ഈ ലോകത്തെ നീക്കി നിർത്തിക്കൊണ്ട് ലോകമോഹങ്ങളെ മാറ്റി അവിശ്വാസികളുടെ ഇടയിലപ്പെട ആമെ കൂടി നടക്കാതെ അല്ലേലിയ നാം എപ്പോഴും നമ്മെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തണം. പ്രൈസലോ. ക്രിസ്തു നമ്മെ എപ്പോഴും ക്രിസ്തുവിനോട് ചേർത്താണ് നിർത്തുന്നത്. പക്ഷെ നാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല. കാരണം ഈ ലോകത്തിന്റെ മോഹാതിശയങ്ങളിൽ മോഹങ്ങളിൽ വീണ നിങ്ങളെ വല്ലാതെ മോഹാലസ്യപ്പെടുത്തി, ലോകത്തിന്റെ മോഹങ്ങൾ നിങ്ങളെ മോഹാലസ്യത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ അതിനകത്ത് മയങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ അകന്നുപോയി നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നു. പ്രൈസലോ. അപ്പൊ നിങ്ങൾ തള്ളിപ്പറയുമെങ്കിൽ, അതാണ് വചനം പറയുന്നത്, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെ തള്ളിപ്പറയും. ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന അനവധി ക്രൈസ്തവ വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ എന്റെ ചർച്ചയിൽ വരുന്ന ഒരു സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പേ 10-30 വർഷങ്ങൾക്ക് മുമ്പേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട, അദ്ദേഹം ഗൾഫിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളാണ്. അദ്ദേഹം നാട്ടിൽ വന്ന് ഒരു 10-20 വർഷം ഹല്ലേലൂയ ഇവിടെ ജീവിച്ചു. ഒരു 10-16 വർഷം എന്നോടൊപ്പം ദൈവസേവയിൽ ആരാധിച്ചു. അങ്ങനെ 10-16 വർഷം ദൈവസഭയിൽ ആരാധിച്ച് എന്നോടൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ബ്ലോക്ക് അറ്റാക്ക് വന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ സർജറിക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു, ഹല്ലേലൂയ, ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഭാര്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, ചേട്ടന്മാരും അനുജന്മാരും ഉത്തരവാദിത്തപ്പെട്ട് വന്ന് ആ സർജറിക്ക് വേണ്ട ക്രിയകൾ ചെയ്തതിന് വേണ്ട ഒപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ സഹോദരന്മാരെല്ലാം കൂടെ ഒന്നടക്കം പറയുകയാണ്, ക്രിസ്തുവിനെ തള്ളി പറയുകയാണെങ്കിൽ ഞങ്ങൾ ചേട്ടനെ സ്വീകരിക്കാം, ഞങ്ങൾ സഹകരിക്കാം, ഞങ്ങൾ ബന്ധപ്പെടാം. ക്രിസ്തുവിനെ പറയുന്നില്ലെങ്കിൽ ഞങ്ങൾ വരത്തില്ല. ഞാൻ ചോദിച്ചു അതെങ്ങനെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നല്ലൊരു കുമ്പസാരം നടത്തി, എന്നാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു കുമ്പസാരം നടത്തി പള്ളിയിലേക്ക് മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഞാൻ ചോദിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളി പറയുക എന്ന് പറയുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ തോന്നി? നിങ്ങൾ എവിടുത്തെ ക്രിസ്ത്യാനി? നിങ്ങൾ ആരുടെ ക്രിസ്ത്യാനിയാണ്? നിങ്ങൾ എന്തിനാ പള്ളിയിൽ പോകുന്നത്? ക്രിസ്തുവിനെ തള്ളി പറയുവാൻ. അദ്ദേഹം കള്ളുകുടിച്ചില്ല, വ്യഭിചരിച്ചില്ല, പരസംഗം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, ഒരു ദോഷവും ചെയ്യുന്നില്ല. ക്രിസ്തുവിനെ ആരാധിച്ചതിന് പേരിൽ ക്രിസ്തുവിനെ തള്ളി പറയണമെന്ന്. അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കേട്ടോ. ഇന്നത്തെ തെളിവാകട്ടോ, തെളിവോടുകൂടി ഇത് പറയുന്നത്. അല്ലേരി, ഇനി നിങ്ങളത് കേട്ടാലും നിങ്ങൾ ചിന്തിക്കണം. അല്ലേരി, അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ തള്ളി പറയുന്നവരാകരുത്. നാം തള്ളിപ്പറഞ്ഞാൽ നമ്മയും തള്ളിപ്പറയും. അപ്പം ക്രിസ്തുവിനെ തള്ളി ഈ സൗരന്മാരും ഭാര്യയും മക്കളും കൂടി പറയുക, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ട് വരണമെന്ന്. പ്രയേശരോ, ഓർത്തു നോക്കിയ കാലം എവിടെ ചെന്ന് ക്രിസ്ത്യാനികൾ പോലും ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ സ്വന്തം സൗകര്യങ്ങൾ പ്രലോഭനം കൊടുക്കുകയാണ്. അല്ലേരിയ, നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ, തീവ്രവാദികൾ, വർഗീയവാദികൾ തോക്കും കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ പിടിച്ചു നിർത്തി കൈ പുറകോട്ട് കെട്ടി നിറയൊഴിക്കാൻ നിൽക്കുക, വെടിവെച്ച് കൊല്ലാൻ, അവരെ കഴുത്ത് വെട്ടാൻ നിൽക്കുക, അവരെ മൃഗീയമായി കൊല്ലാൻ നിൽക്കുമ്പോൾ അവർ പറയും, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ജീവനോടെ വിടാം എന്ന് പറയുന്നത് പോലാണ് ഇന്ന് ചില ക്രൈസ്തവർ പറയും, നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ ആ വീട്ടിലേക്ക് വരാൻ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. ഓർത്ത് ലോകം എവിടെ എത്തി? ക്രൈസ്തവ സമൂഹം പോലും ക്രിസ്തുവിനെ തള്ളിപ്പറയുക. ഇത് മുന്നമേ പൗലോസ് കണ്ടതുകൊണ്ടും അല്ലേലൂയ, ഇതിനെക്കുറിച്ച് പൗലോസ് നല്ല ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടും കർത്താവായ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് വ്യക്തമായ വെളിപ്പാട് കൊടുത്തതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനെ ഈ ലേഖനം എഴുതി കുടുംബം പറയുന്നത്, നാം അവരോടുകൂടെ മരിച്ചുവെങ്കിൽ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. അല്ലേരി, പക്ഷെ നമ്മൾ അവിശ്വസ്തരായി തീർന്നാൽ നമ്മുടെ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയും, ക്രൂശിലേക്ക് കിരീടമില്ല എന്നൊരു ചൊല്ലുണ്ട്. കിരീടം ലഭിക്കണമെങ്കിൽ കഷ്ടത അനുഭവിക്കണം എന്നതാണ് ആ പ്രയോഗത്തിലെ സാരം. ഇല്ലേ? അപ്പൊ കിരീടം ലഭിക്കും, കഷ്ടത അനുഭവിക്കണം. വേണമെങ്കിൽ കള്ളുകുടിച്ചോ, കണ്ടുപിടിച്ചോ, അധാർമികതയോ, അസമാർഗീയതയോടെ ചീട്ട് കളിച്ചോ, ഗിരിക്കൂത്ത് കളിച്ചോ, ഇനി ചൂതാട്ടങ്ങളുടെ ഏതോ ഇവിടുത്തെ ഏതെങ്കിലും വാണിഭവത്തിനകത്ത് നമുക്കങ്ങനെ അടിച്ചുകൂടി ജീവിക്കാം. കൊള്ളപ്പലിശ ബ്ലേഡും ഒക്കെ നടത്തി അയൽവാസികൾ അതിര് തോണ്ടി വിശ്വാസികളെ കോപ്പിയടിച്ച് മോഷണം, കളപുറം, ചതി പറഞ്ഞൊക്കെ നമുക്ക് എങ്ങനെ ജീവിക്കാം? അല്ലെങ്കിൽ അതൊക്കെ ഒരു അടിച്ചുപൊളി ജീവിതമാണ്. പക്ഷേ ക്രിസ്തുവിന്റെ സന്നിധി നീ നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്നെങ്കിൽ അവരോടൊപ്പം കൂടെ വാഴാൻ നിനക്ക് തയ്യാറാകുന്നെങ്കിൽ ഇവിടെ കഷ്ടം നീ സഹിക്കേണ്ടി വരും.
ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിനോടുകൂടെ കഷ്ടത അനുഭവിച്ച കിരീടം ധരിച്ച് അവരോടുകൂടെ വാഴാം എന്നാണ് ഈ വചനം. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധയുടെ 3.5 വർഷം അനവധി ആളുകൾ നിരവധി അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണുകയും പലരും സൗഖ്യം പ്രാപിക്കുകയും അനേകർ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ഒരു കൂട്ടം മഹാപുരോഹിതന്മാർ, അന്നത്തെ പുരോഹിതന്മാര്, ഹല്ലേലൂയ, ന്യായപ്രമാണം കൈവശമുള്ള പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും സാധുക്കരും അടക്കം അന്നത്തെ ഗവൺമെന്റ്, പീലാത്തോസ് അടക്കമുള്ള ഗവൺമെന്റ്, ഹെരോദാവിന്റെ കൊട്ടാരം അടക്കം എന്ത് ചെയ്തു? അന്നത്തെ യഹൂദന്മാരെല്ലാം കൂടി യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്തു? ക്രൂശിനെ എത്തിച്ചു കൊടുത്തു. യേശു ആ കഷ്ടം സഹിച്ചു. യേശു കഷ്ടം സഹിച്ചത് കൊണ്ടാണ് പിതാവിനോടൊപ്പം വാഴുവാൻ യേശുവിന് കഴിഞ്ഞത്. അതേ സ്നേഹിത, യേശു ക്രിസ്തു അനുഭവിച്ചതുപോലെയുള്ള ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തിൽ, പരീക്ഷകൾ കടന്നു വരുമ്പോൾ അതിനു മുമ്പിൽ നീ യേശുവിനെ തള്ളിപ്പറയരുത്. നീ അവിശ്വസ്തനായി തീരരുത്, നീ വിശ്വസ്തനായി പാർക്കണം. ഹല്ലേലൂയ. നാം യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ അവൻ നിന്നെ തള്ളിപ്പറയും. നീ ലഭിച്ച രക്ഷയ്ക്കകത്ത് പുറത്തു പോകരുത്. നീ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ, മാനസാന്തരപ്പെട്ടവളാണെങ്കിൽ, ജീവിതത്തിന്റെ ഈ ഒരു പ്രതിസന്ധി കടന്നു വന്നാലും, ഏതെല്ലാം വെല്ലുവിളി വന്നാലും, മരണത്തിലേൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നാലും, നീ ക്രിസ്തുവിനെ തള്ളിപ്പറയരുത്. നിന്റെ വീട് നോക്കി, പാരമ്പര്യം നോക്കി, നിന്റെ സഹോദരങ്ങളെ നോക്കി, നിന്റെ ബന്ധുക്കളെ നോക്കി, ബന്ധുമിത്രാദികളെ നോക്കി, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ആദാം ഭാര്യയുടെ വാക്ക് കേട്ട് ചതിവിലകപ്പെട്ട്, പാപത്തിലകപ്പെട്ട്, തേജസ് നഷ്ടപ്പെട്ടവരെ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട്, മക്കളുടെ വാക്ക് കേട്ട്, നിന്റെ ബന്ധുക്കൾ, അയൽവാസികളുടെ, സഹോദരങ്ങളുടെ, നിന്റെ കൂട്ടുവിശ്വാസികളുടെ വാക്ക് കേട്ട് നീ ക്രിസ്തുവിനെ തള്ളിപ്പറയരുത്. ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം നമ്മൾ നിൽക്കണം. അതിന് ക്രിസ്തുവിനോട് നിൽക്കുന്ന പലതും നമുക്ക് ത്യജിക്കേണ്ടി വരും. ക്രിസ്തുവിനോടൊപ്പം നിൽക്കുവാൻ പലതും ത്യജിക്കേണ്ടി വരും. ഹല്ലേലൂയ. എബ്രായ കവിതകളിൽ സാധാരണ ചൊല്ലാറുള്ള സമാന്തരത്വത്തിന് ഉദാഹരണമാണ് 11-ാം വാക്യം. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ കാണുന്ന 2 പ്രസ്താവനകളിൽ ക്രമമായ ഒരു പുരോഗതി കാണാം. ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവൻ അവരോടുകൂടെ വാഴും. രക്തസാക്ഷി മരണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്ന പറഞ്ഞാൽ രക്തസാക്ഷിത്വമാണ്. ഹല്ലേലൂയ. അങ്ങനെ ലോകമെമ്പാടും, നമ്മുടെ ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അനവധി ആളുകൾ, ഞാനൊരു വീഡിയോ കണ്ടതാണ്. എന്താ ഒരു വീഡിയോ? യേശുവിനെ തള്ളിപ്പറയുവാൻ ഒരു സഹോദരിയോട് പറഞ്ഞപ്പോൾ ആ സഹോദരി തള്ളിപ്പറയാത്തത് മുഖാന്തരം അവർ നിറതോക്കുകൊണ്ട് നിറയൊഴിച്ച ആ സഹോദരിയുടെ കണ്ണിൽ കൂടെ കയറി കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ആ സഹോദരിയെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേർതിരിക്കും. പൗലോസ് പറഞ്ഞതുപോലെ സൗരി ക്രിസ്തുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം വിട്ട് ഞാൻ ജീവൻ വെച്ച് കൊടുക്കേണ്ടി വന്നാലും, രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ തള്ളിപ്പറയില്ല. പ്രേസരോ, അതെ, നമ്മുടെ ജീവിതത്തിൽ മരണം മുമ്പിലുണ്ട് പ്രിയരെ, പക്ഷെ ക്രിസ്തുവിനെ നീ തള്ളിപ്പറയരുത്. പ്രേസരോ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ജയം വരിച്ചവരായി നിങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പാത തന്നെ പിന്തുടരണം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ കാൽച്ചുവട് പിന്തുടരണം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. 1 പത്രോസിന്റെ ലേഖനം, ഹല്ലേലൂയ, 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും, കഷ്ടം അനുഭവിച്ചിട്ട് വീക്ഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം വരവേൽപ്പിക്കുകയത്രയും ചെയ്തത്. കർത്താവ് പാപം ചെയ്തിട്ടില്ല, അവരവൻ പാപമില്ലായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനെ ക്രൂശിൽ കുറ്റം വിധിച്ചു. പക്ഷേ കർത്താവിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ ജയകരമായ ജീവിതം നയിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആമീൻ, നീ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് കിരീടമുള്ളൂ. ആമീൻ. ഈ ലോക ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ശാശ്വതമല്ല, താൽക്കാലികമാണ്. ഈ താൽക്കാലികമായ ജീവിതത്തിനകത്ത് ഈ ലോകസുഖ മോഹങ്ങൾക്ക് വേണ്ടി നീ ഓടി, ഈ ലോകസുഖത്തിന്റെ മോഹാലസ്യത്തിൽ വീണ് നീ മയങ്ങിപ്പോകാതെ നീ ക്രിസ്തുവിനെ അനുഗമിക്കണം. രക്തം ചെയ്യും. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ വില കൊടുക്കണം കേട്ടോ. വില കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, അനവധി ക്രൈസ്തവര് മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമകളാണ്. അനവധി ക്രൈസ്തവർ ബാറിനകത്ത് എന്നാൽ ബീവറേജ് ചെന്ന് കഴിഞ്ഞാൽ കള്ളുഷാപ്പ് ക്രൈസ്തവരെ ഇഷ്ടം പോലെ. ഞാനീ കള്ളുകുടിച്ച് 25 വർഷം അങ്ങ് നടന്നയാളാണ്. ഈ കള്ളുഷാപ്പും ബാറും ബീവറേജും ഒക്കെ കയറി ഇറങ്ങി കള്ള് കുടിച്ച് പാട്ടും പാടി കൂത്തുകാഴ്ചയൊക്കെ നടത്തി പോന്നയാളാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ ധൈര്യത്തോടെ പറയാം. ആരുടെയും കോപ്പി അടിച്ചൊന്നും പറയണ്ട, ആരെങ്കിലും പ്രസംഗിച്ചത് കേട്ടും പറയണ്ട. ഞാനിത് അനുഭവിച്ചു വന്നയാളെയാണ്.
കാരണം അവൻ ഒരു മദ്യപാനത്തിന്റെ കുടുംബമായിരുന്നു. ഞാനൊക്കെ ജനിച്ചു വളർന്ന് പിച്ച വെച്ച് നടക്കുന്ന കാലം തൊട്ട്, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട്, എനിക്ക് അന്നത്തെ കാലഘട്ടം എന്റെ മാതാപിതാക്കൾ കള്ളും മാറ്റിയരയും തരുന്ന ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എന്റെ ഓർമ്മ വെച്ച പ്രായം തൊട്ട്. അതങ്ങനെ നീണ്ട ഒരു കാലഘട്ടം വന്ന് ഞാൻ ഏകദേശം ആമീൻ വിദ്യാഭ്യാസം പുറത്തിരിക്കാൻ കഴിയാതെ ടൗണിൽ പണിക്കിറങ്ങി, ഞങ്ങളുടെ ഗ്രാമപ്രദേശ സിറ്റി പുറത്ത് പണിക്കിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് കൂട്ടുകാരെ കിട്ടി. എന്റെ വീട്ടിൽ കണ്ട മാതൃക, അപ്പനും അമ്മയും മക്കളും അപ്പനും അമ്മയും ബന്ധുക്കളും എല്ലാം ഒന്നിച്ചിരുന്ന് കള്ളുകുടിച്ച് കലഹമുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ട് ജീവിച്ച ഞാൻ എന്ത് ചെയ്തു? ഞാനും തൊഴിൽ മേഖലത്ത് വന്നപ്പോൾ ഞാനും വളരെ മദ്യപാനിയായി മാറി. അത് വർദ്ധിച്ചു. അല്ലേ? അങ്ങനെ 25 വർഷം 36 വയസ്സ് വരെ മദ്യത്തിനടിമയായി ക്രിസ്തുവില്ലാത്ത ജീവിതം നയിച്ചവനായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ കള്ളുഷാപ്പിൽ ചെല്ലുമ്പോൾ, ബീവറേജിൽ ചെല്ലുമ്പോഴൊക്കെ പാട്ടുപാടാനും കൂട്ടുപാടാനും ഷെയർ വെക്കുവാനും അല്ലെങ്കിൽ ഒരുപാട് ക്രൈസ്തവരുണ്ടായിരുന്നു എനിക്കും കൂട്ട് കേട്ടോ. അല്ലേ? അതുകൊണ്ട് ക്രൈസ്തവരെ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നീ മാനസാന്തരപ്പെടണം. നീ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ജീവിക്കണം. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരം അടിസ്ഥാനമാണ് നീ നിൽക്കുന്നെങ്കിൽ നീ മദ്യപിച്ച് സുബോധം കെട്ടിട്ട് നിന്റെ പള്ളിയുടെ വികാരിക്ക് ചെല്ലരുത്. മദ്യപിച്ചിട്ട് നീ ദിനംതോറും പള്ളി വികാരി ചെന്ന് കുമ്പസാരിച്ച പാപം ഏറ്റുപറയാൻ നീ തയ്യാറാകരുത്. നീ അതിനെ നീക്കിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ഈ കള്ളുകൂടി, ഈ മദ്യപാനം, പുകവലി ഞങ്ങൾ ഭയങ്കരമായിട്ട് എതിർത്ത്, നീ കള്ളുകുടിക്കാനുള്ള സമയം വരണ്ട, നീ വീടി വലിക്കുന്ന വരണ്ട, നീ മുറുക്കുന്ന വരണ്ട, നീ പന്നസാര തന്നെ വരണ്ട. എന്നിട്ടും ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് അതിക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഓർന്നു വരികയെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു വാർത്ത കേട്ടു. വളരെ വലിയ പരസ്യങ്ങളൊക്കെ മറ്റു പ്രകാശിച്ചുകൊണ്ടിരുന്ന ഒരു ദേവദാസൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് കേട്ട് ശരിയാണോ ഇല്ലയോ എനിക്കറിയില്ല. ഞാനതൊക്കെ ഓർക്കുമ്പോൾ, ഞാനതൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുക, ഈ ദൈവദാസന്മാർക്ക് സ്വതം മാനസാന്തരം കൊടുക്കുക. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കാൻ, കർത്താവിനോടുകൂടെ മരിച്ചിട്ടില്ലെങ്കിൽ, കർത്താവിനോടുകൂടെ മരിച്ച അനുഭവമില്ലെങ്കിൽ, ആ അനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നേ. എത്ര സത്യം! നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അല്ലേലിയ, സഹിക്കണം, അവനോടുകൂടെ പലതും സഹിക്കണം. അല്ലേലിയ, നമ്മളെ ജയിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ജയിക്കണം. അല്ലേലിയ, പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനോട് കൂടെ വാഴാൻ കഴിയുള്ളൂ. ഈ ലോകത്തിന്റെ പാപത്തിൽ മുഖാലിസ്ഥിതിപ്പെട്ട് നീ പോകരുത് ശ്രോതാവേ. നിരവധി വാർത്തകൾ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെക്കുറിച്ച്, പാപത്തിൽ വീണ അനുഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നാം ഈ പെൺവാണിഭങ്ങൾക്കകത്ത് വീണ് പോകരുത്. ക്രൈസ്തവ വിശ്വാസിയോട് പറയട്ടെ, പെന്തക്കോസുകാരനോട് പറയട്ടെ, പെന്തക്കോസിലെ പാസ്റ്റർമാരോടും ഉപദേശിമാരോടും അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം പറയട്ടെ, നീ പെൺവാണിഭത്തിൽ വീണി പോകരുത്. പെൺവാണിഭം, വ്യഭിചാരം ദൈവം വെറുക്കുന്നു. വ്യഭിചാരം ദൈവം വെറുക്കുന്നു. 10 കൽപ്പനയിൽ ഒരു കൽപ്പന തന്നെ വ്യഭിചാരം ചെയ്യരുതെന്നാണ്. അന്യ സ്ത്രീയോടുകൂടി നീ അന്യ സ്ത്രീകളോടുകൂടി നിന്റെ ജീവിതം തകർത്ത് കളയരുത്. സദൃശവാക്യം വായിക്കുന്നതല്ല 5-6 വാക്യങ്ങളൊക്കെ, അധ്യായങ്ങളൊക്കെ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അന്യ സ്ത്രീകളോടുകൂടി അവരുടെ ശയനഗ്രഹത്തിൽ നമ്മൾ പോകരുത്. നമ്മൾ പാപത്തിൽ വിധേയപ്പെട്ട് പാപ ശരീരത്തിൽ ജീവിക്കരുത്, പാപം ചെയ്യരുത്. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് കർത്താവ് ക്രൈസ്തവ സമൂഹത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു കാഴ്ചയോട് ആകയാൽ നിങ്ങളും, ഹല്ലേലൂയ, ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തിനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നോക്കി ദൈവം നിങ്ങൾക്ക് നിയമിച്ചിരിക്കുന്ന ഓട്ടത്തിൽ നിങ്ങൾ സ്ഥിരതയോടെ ഓടണം. കഴിഞ്ഞ ദിവസം ഞാൻ വാക്യം പറഞ്ഞ ലേഖനം 12:1-2 അപ്പൊ നമ്മളെപ്പോഴും സ്ഥിരതയുള്ളവരായി തീരണം. ഹല്ലേലൂയ. നമുക്ക് സ്ഥിരതയില്ലാതെ വന്നാൽ നമ്മൾ എന്തോ ഒരു ഭ്രാന്തന്മാർക്ക് തുല്യമാ. ഈ ഭ്രാന്തന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഭ്രാന്തന്മാർക്ക് എന്തെങ്കിലും സ്ഥിരതയുണ്ടോ? അവർ രാവിലെ എഴുന്നേൽക്കുന്നു, യാത്ര ചെയ്യുന്നു, അവിടെ ഫാണ്ടക്കെട്ടും ചുമന്നുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുകയാണ്. അവർ എവിടെയെങ്കിലും ക്ഷീണിക്കുന്നുണ്ടോ, മടുക്കുന്നുണ്ടോ, തളർച്ചയുണ്ടോ, ദാഹമുണ്ടോ, വിശപ്പുണ്ടോ, വയറാലി എന്നൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ കുറേ അങ്ങ് നടക്കും. ഞാനൊരിക്കലും ഒരു പ്രസംഗം കേട്ടത്, ഒരു ഭ്രാന്തൻ ഒരു ദിവസം തന്നെ ഫാണ്ടക്കെട്ടും ചുമന്നുകൊണ്ട് 35 കിലോമീറ്റർ ചുമക്കുമെന്ന്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം എന്നിട്ട് ചുമന്ന് ക്ഷീണിച്ചിട്ട് എവിടെയും കിടക്കാൻ ചെല്ല് തിരിച്ചു പോകാൻ പോയിടത്തേക്ക് തന്നെ മടങ്ങി വരുമെന്ന്. ഓർത്ത് നോക്കി, സുബോധമുണ്ടെങ്കിൽ ആ മനുഷ്യൻ അങ്ങനെ നടക്കുവോ? ഹല്ലേലൂയ. നമുക്കറിയാം, മുടിയനായ പുത്രൻ അപ്പന്റെ സ്വത്തിന്റെ ഭാഗത്തിൽ വാങ്ങിയവൻ ദൂരദേശത്ത് പോയി തുറന്നടപ്പുകാരനായി ജീവിച്ചെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്ത് ജീവിച്ചെന്നാ.
അല്ലെങ്കിൽ അവിടെ അവന്റെ നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ട് എന്നൊരു മുട്ടുപോന്നു തുടങ്ങി. അവൻ ദേശത്തിലെ പ്രമാണികൾ ഒരുവനെ ആശ്രയിച്ച് അവന് കിട്ടിയതെന്താ ജോലി? പന്നികളെ മേയിക്കുന്ന ജോലിയാ. അവരെ കിട്ടിയത് പന്നിക്കൂട്ടം. അപ്പന്റെ ഭവനത്തിൽ സുഖലോലഭ ജീവിതം നയിച്ചിരുന്നവൻ അവൻ അപ്പന്റെ സമ്പത്ത് പിടിച്ചു വാങ്ങുന്നതുപോലെ പിടിച്ചു വാങ്ങിപ്പോയി. പിന്നീട് അവൻ ദുർനടപ്പ് ആചരിച്ചിട്ട് കിട്ടുന്ന ജോലി അവന് കിട്ടിയത് കൊട്ടാരം വിട്ടിട്ട് ചെന്ന് കിട്ടിയത് പന്നിക്കൂടാണ്. ഈ ദൂരത്തുപുത്രന് കൊട്ടാരം വിട്ടുപോയി, പിന്നെ കിട്ടിയത് പന്നിക്കൂടാ. ആ പന്നിക്കൂട്ടി കിടക്കും പന്നിക്കൂടുക്കുന്ന വാളവനെ പോലും അവന് കിട്ടിയില്ലെന്ന അല്ലെങ്കിൽ നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ലൂക്കോസ് 15 വായിച്ചാൽ കാണാൻ കഴിയും. 3 പൊമ്മകളെ കുറിച്ച് പറയുന്നുണ്ട്. 3ാമത്തെ മോൻ മുടിനായ പുത്രനെ കുറിച്ചാണ്. എല്ലാവരും മുടിനായ പുത്രൻ എന്ന് പറയുന്നു. അവന് ദൂരത്തുപുത്രനാണ്. മുടിനായ പുത്രൻ ജ്യേഷ്ഠനാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അവന് അവിടെ വെച്ച് അവൻ സുബോധം വന്നു. പന്നിക്കൂട്ടി കിടന്നു സുബോധം വന്നു. എനിക്ക് പന്നിക്ക് കൊടുക്കുന്ന വാള പോലും കിട്ടുന്നില്ല. എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി ചെന്നാൽ അവിടെ എത്രയോ എത്രയോ കൂലിക്കാർ ജോലി ചെയ്ത് ഭക്ഷണം ശേഷിക്കുന്നു. അതിലൊരു വീതമെങ്കിലും കിട്ടിയാൽ മതി. ഇനി അപ്പന്റെ മകനായിട്ട് ജീവിക്കാൻ, അവിടുത്തെ ഒരു വേലക്കാരനായി ജീവിക്കാനെങ്കിലും അവസരം കിട്ടിയാൽ മതി എന്ന് അവന്റെ ഹൃദയത്തിനകത്തൊരു ബോധ്യം വന്നൊരു സുബോധം വന്നപ്പോൾ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിലേക്ക് ഓടി വന്നു. എന്നെ കേൾക്കുന്ന ഈ സ്നേഹിതരെ, ഈ വചനമൊക്കെ നമുക്ക് നൽകി തരുമ്പോൾ ഇന്ന് ഈ പകൽ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ സ്വഭാവങ്ങളെ വിട്ടിട്ട് നീ മടങ്ങി വരണം. ഒരു പാപിക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. ഒരു പാപിക്ക് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ക്രൈസ്തവനായിരുന്നാലും ഹിന്ദുവായിരുന്നാലും ഇസ്ലാമായിരുന്നാലും ബുദ്ധമതക്കാൻ ജൈനമതക്കാനായാലും ഏത് വേഷമതക്കാനായിരുന്നാലും അടിച്ചു പൊളിച്ച് ജീവിച്ച് പാപശരീരത്തോടെ ജീവിക്കുന്നതിനെ ഒരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എഴുതുക, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ജയം വരിക്കണം. ഈ ഭൂമി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ജയജീവിതം നയിക്കണം. ജയജീവിതം നയിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ക്രൈസ്തവ മതത്തിലാണ് ജീവിക്കുന്നെങ്കിൽ, ഒരു ക്രൈസ്തവ വിശ്വാസിയായിട്ടാണ് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ പാപത്തിന് വിരോധമായി പോരാടണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസി, നീ പാപത്തിന് വിരോധമായി പോരാടണം. സാത്താനോട് പോരാടണം. പാപം എന്ന് പറയുന്നത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. പിശാചിനെ നിന്നെ ഏതെങ്കിലും വിധത്തിൽ അതാണ് നിന്റെ അശുദ്ധിയിൽ അകപ്പെടുത്തി നിന്നെ അവന്റെ പ്രജയാക്കി, അവന്റെ സന്തതിയാക്കി, അവന്റെ അനുയായിയാക്കി മാറ്റാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസി പാപത്തോട് പോരാടി ജയിക്കണം. ഹല്ലേലൂയ. പാപം നമ്മുടെ ശരീരത്തിനകത്ത് ആഗ്രഹങ്ങളും മോഹങ്ങളും ഇച്ഛകളും ഒക്കെ കൊണ്ടുത്തരും. അതുകൊണ്ടാണ് ദൈവത്തിന് വളരെ പാപം ഗർഭം ധരിച്ചിട്ട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നതൊക്കെ യാക്കോബ് പറയുന്നുണ്ട്. അതുകൊണ്ട് മോഹം നിന്റെ ഉള്ളിൽ വന്നാൽ ആ മോഹത്തിന്റെ ജഡത്തെ നാമെ നശിപ്പിക്കുക. മോഹത്തിന്റെ ഉള്ളിൽ വന്ന ആ മോഹത്തിന്റെ നിന്നെ കണ്ട് പാപം ധരിപ്പിക്കും. പാപം ചെയ്യിക്കും. ആ പാപം മോഹം ഗർഭം ധരിക്കുന്ന പോലെ ഗർഭം ധരിച്ചു. സ്ത്രീ ഗർഭം ധരിച്ച് അവസാനം നീ പാപത്തെ പ്രസവിക്കും. പാപത്തെ നീ മരിക്കുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പാപത്തിന് വിരോധമായി പാപത്തിന് വിരോധമായി പോരാടണം. ജയം വരിക്കണം. ക്രിസ്തുവിനോടുകൂടി ജീവിക്കണം. ഈ ലോകം മുഴുവൻ പാപത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡം തെക്കേ അമേരിക്കയോ വടക്കേ അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഏഷ്യൻ രാജ്യങ്ങളോ ആഫ്രിക്കൻ രാജ്യങ്ങളോ അന്റാർട്ടിക്ക ഏത് നിങ്ങൾ നോക്കിയാത്ത എല്ലാം പാപത്തിൽ വീണ് കിടക്കുക. പാപത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഹല്ലേലൂയ. പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ നീ പാപത്തിന് അധീനമായി, പാപശരീരത്തിന് അധീനമായി മാറരുത്. നിന്നെ നശിപ്പിക്കുന്ന സകലത്തെയും വിട്ട് നീ വിശുദ്ധ ജീവിതം നയിക്കണം. ചിലരൊക്കെ പറയും, കള്ളു കുടിച്ചില്ലെങ്കിൽ 2 ഫെഗടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, രാവിലെ എഴുന്നേക്കത്തില്ല, ഗ്ലാസ് പിടിക്കത്തില്ല, ചായ കുടിക്കാൻ പറ്റും, ഒന്നും കഴിക്കാൻ പറ്റും, നാക്ക് വിറയ്ക്കും, കൈ വിറയ്ക്കും, കാല് വിറയ്ക്കും എന്നൊക്കെ പറയുന്ന എന്റെ കേൾക്കുന്ന സഹോദര, ഞാൻ പറയട്ടെ, ഞാൻ ഇതൊക്കെ ചെയ്തു പോകുന്നയാളാ. ഞാൻ കള്ളുകൂടി ഘട്ടം ഘട്ടമായിട്ട്, വീടിവരി ഘട്ടം ഘട്ടമായിട്ടോ, മയക്കുമരുന്ന് ഘട്ടം ഘട്ടമായിട്ടല്ല തീർത്ത് ഒറ്റയടിക്ക് നിർത്തിയ 2000 ജൂൺ ലാസ്റ്റ് ഹല്ലേലൂയ 2001 കൊണ്ട് കംപ്ലീറ്റ് നിർത്തി. ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകം എടുത്തതോടുകൂടി വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതില്ലാതെ ജീവിക്കണമെന്നുള്ള ആ ചിന്തയൊക്കെ എന്റെ ഉള്ളിൽ മാറിപ്പോയി. പിന്നെ ഇന്നും ചിലവ് ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ്. ഹല്ലേലൂയ. നിന്നെ പോലെയൊക്കെ പാപത്തിൽ ജീവിക്കുന്നവന് സ്വർഗരാജ്യം കിട്ടത്തില്ല. എത്രയോ ആളുകളാണ് കണ്ണുകുടിച്ച് സുബോധം കെട്ട് വഴിയിൽ വാള് വെച്ച് കിടക്കുന്നത്, ഓടയിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദിനംതോറും കാണുന്ന കാഴ്ചയാ. ഞാനിപ്പം നിൽക്കുന്ന ദിനംതോറും കാണുന്ന കാഴ്ചയാ. പാപത്തിൽ കിടക്കുക, കള്ളം കുടിച്ചിട്ട് വാറ് വെച്ച് കിടക്കുക, വഴിയോരത്ത് കിടക്കുക. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെടണം കേട്ടോ.
എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും നീ മാനസാന്തരം. പാപത്തിന് അധീനമായി ശരീരത്തിൽ നീ ജീവിച്ച് നിന്റെ ജീവിതം നരകത്തിന് വിട്ടുകൊടുക്കരുത്. നിന്റെ കുടുംബം നരകത്തിന് വിട്ടുകൊടുക്കരുത്. നിന്റെ തലമുറ നിന്നെ കണ്ട് പഠിച്ച് അവന് നീ വളരുന്ന പോലെ വളരാൻ നീ ഇടയാകരുത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ മാതൃകാ ജീവിതം നയിക്കണം. നിനക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നിന്നെ കണ്ട് പഠിക്കണം. ഹല്ലേലൂയ. നിന്റെ വിശുദ്ധ ജീവിതം, മാതൃകയുള്ള ജീവിതം കണ്ടുപഠിച്ചവൻ ദൈവനാമത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അല്ല, നീ അശുദ്ധമായ ജീവിതമാണ് നയിക്കുന്നെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ അതേ പോകും. ചിലരൊക്കെ പണി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ട് വലിയ ബ്രാൻഡി കുപ്പിയൊക്കെ വാങ്ങിയിട്ട് ആമ അര തേകിക്കൊണ്ട് വരുമല്ലോ. ഇപ്പൊ ഞാൻ ദിനത്തോറും കാണുന്ന സംഭവം അത്. എന്നിട്ടത് കുടിച്ചിട്ട് പിന്നെ വീട്ടിൽ ഭാര്യയും കൂടെ സപ്പോർട്ടാ. പണിയൊക്കെ കഴിഞ്ഞ് ശരീരത്തിലെ കൈകാലുകൾക്കൊക്കെ വേദനയുണ്ടല്ലോ, അതുകൊണ്ട് ഇച്ചിരി കുടിച്ചോട്ടാ. കുടി അങ്ങ് മൂത്തു. അല്ലെങ്കിൽ കുടി മൂത്തിപ്പം മക്കളെ പഠിപ്പിക്കാൻ പോലും കഴിവില്ലാത്ത അവസ്ഥയായി. അല്ലേ, കള്ള കുടിക്കാൻ പൈസ ഉണ്ട്. നിന്റെ കയ്യിലെ പൈസ വാങ്ങി നിനക്ക് കള്ള് തരുന്നവൻ ഈ ബീവറേജുകാരനും ബാറുകാരനും അവന്റെ മക്കള് എഞ്ചിനീയർമാരും ഡോക്ടർമാരും അല്ലെങ്കിൽ അവർ വീട്ടിലേക്കും ഒക്കെ അങ്ങനെ പഠിക്കുക. MBA BBA ഒക്കെ പഠിച്ചവർ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യം പോയി പഠിച്ചുകൊണ്ട് നിന്റെ മക്കളെ പഠിപ്പിക്കാൻ വിടാൻ നിനക്ക് പറ്റുന്നുണ്ടോ? നീ അധ്വാനിച്ച് നിന്റെ ചോര വീർപ്പൊക്കെ പൈസ മുഴുവൻ നീ ഇവർക്ക് കൊണ്ട് കൊടുത്ത് അവരവരുടെ മക്കളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ച് അവർ ഡോക്ടർമാർ എഞ്ചിനീയർമാരുമായി മാറുമ്പോൾ നിന്റെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ വകയില്ലാതെ, ഉടുതുണി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ, ബുക്ക് വാങ്ങി കൊടുക്കാൻ പൈസ ഇല്ലാതെ നിന്റെ മക്കൾ വീട്ടിലിരിക്കുക. നിനക്ക് കിട്ടുന്ന മുഴുവൻ നീ കള്ളടിക്കുക. നീ അല്ലേ ഏറ്റവും വലിയ പാപി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സഹോദരൻ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാസം 30 ദിവസം ജോലി ചെയ്തിട്ട് 30 ദിവസം പണിയെടുക്കുന്ന പൈസ കൊണ്ട് ബീവറേജിൽ പോയി കണ്ടുപിടിച്ച് റോഡിൽ കിടക്കുന്ന, എന്നിട്ട് വീട്ടിൽ വന്ന് ഭാര്യയോട് തല്ലുകൂട്ടുന്ന നീചന്മാരായിരിക്കുന്ന, ക്രൂരന്മാരായിരിക്കുന്ന, മദ്യപാനികളായിരിക്കുന്ന ഭർത്താക്കന്മാര്, അല്ലേ, അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഭാര്യമാരുണ്ട്. എന്നാൽ അതിനെ ശക്തിയോടെ എതിർക്കുന്ന ഭാര്യമാരുണ്ട്. അല്ലേ, നീ മാനസാന്തരപ്പെടണം കേട്ടോ. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, നാം അവരോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. നമ്മൾ ക്രിസ്തുവിനോട് കൂടി കഷ്ടം സഹിക്കണം. ജീവിതത്തിൽ ക്രിസ്തുവിനോട് കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ ഹല്ലേലൂയ വാഴും. ഹല്ലേലൂയ. നമ്മൾ എല്ലാം സഹിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ നമ്മെ അനുദിന ജീവിതത്തിൽ നമുക്ക് ശുദ്ധീകരണം തരുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എന്നും നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം, കണ്ണുനീരും ദുഃഖവുമല്ലേ? എന്നും നിന്റെ ജീവിതത്തിന്റെ വേദനകൾ മാറാറുണ്ടോ? ഒരിക്കലെങ്കിലും സമാധാനം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എന്നും പ്രശ്നങ്ങളിൽ പ്രശ്നമല്ലേ? സമാധാനത്തോടെ അന്തി ഉറങ്ങിയിട്ട് എത്ര കാലമായി? സമാധാനത്തോടെ ഇതിന്റെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലങ്ങളായി? നിനക്ക് ജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. എന്റെ ഗതി മാത്രം എങ്ങനെയായി പോയി? ഇതെല്ലാം എന്റെ വിധിയാണത് പറഞ്ഞ് സ്വയം കരയുന്ന നിന്നോട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി, നീ പ്രാർത്ഥിച്ച് അലിയ നിന്റെ കുടുംബത്തിന്റെ, ഭർത്താവിന്റെ, മാതാവിന്റെ, പിതാവിന്റെ, സഹോദരന്റെ മക്കളുടെ മാനസാന്തരം പ്രാർത്ഥിക്കണം. അറിയാം, ഒരുപാട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ലോബികൾ നമ്മുടെ കേരളത്തിലുണ്ട്. മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങളുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന ലഹരി മാഫിയ, വില കൂടിയ MDMA ഭയങ്കര മാരകമായ വിഷം കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റ് കോടികൾ സമ്പാദിച്ച് അനവധി കുടുംബങ്ങളെ തകർക്കുന്ന പിശാചുക്കളുടെ കൂട്ടം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്ന് കൂട്ടിക്കോണം കേട്ടോ. ഹല്ലേലൂയ. ഇപ്പൊ ഈ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ പരിപാടിയെ കുറെ പേരെ പിടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്നും രാവിലെ ടൗണിൽ ചെന്ന്, നമ്മുടെ സ്ഥലത്തെ പോലീസുകാരുണ്ടല്ലോ, ഇതിനൊക്കെ നമ്മുടെ കേന്ദ്ര പോലീസുകാരടക്കമുള്ള രാവിലെ ഈ ബംഗാളികളൊക്കെ രാവിലെ ഈ 6:30 തൊട്ട് പണിക്ക് ഇറങ്ങും. അവിടെ ഇറങ്ങുന്ന ഇടയ്ക്ക് നിങ്ങളൊരു ചെറിയൊരു അന്വേഷണം നടത്തണമെന്ന് ഇവന്മാരിട്ട് തിരുമ്പുന്ന ഈ പാൻമസാലകളും ഇവർ പാർക്കുന്ന വീടുകളെല്ലാം ഒന്ന് കയറി ഇറങ്ങും. നമ്മുടെ പാർക്കുന്ന ക്വാർട്ടേഴ്സുകൾ, ബംഗാളികൾ അവർക്ക് പാർക്കാൻ കൊടുക്കുന്ന വീടുകളും അവർ താമസിക്കുന്ന റൂമുകളിൽ ഫ്ലാറ്റുകളും ഒന്ന് സന്ദർശിക്കണം, റെഡി ചെയ്യണം. അതിനകത്ത് ഒരുപാട് മയക്കുമരുന്നുകളുണ്ട്. എൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അവരെയൊക്കെ കറക്റ്റ് മറ്റ് സംസ്ഥാനങ്ങൾ ഇവിടെ വന്നത് വിറ്റഴിച്ച് കേരളക്കാരനെ നശിപ്പിക്കുന്ന പിശാചുകൾ. അല്ലേ, നിങ്ങൾ അതിഥി എന്നൊക്കെ പറയും, എനിക്കത് പറയാൻ പറ്റത്തില്ല. പ്രേക്ഷകരോ, നമ്മളെല്ലാത്തിനും കടിഞ്ഞാടണം. നമ്മുടെ കേരളത്തിലെ ജനത്തിന് വേണ്ടി നിങ്ങൾ കടിഞ്ഞാടണം. നമ്മുടെ കേരളത്തിലെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഭാരത ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലോക ജനത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മൾ കരയണം, നിലവിളിക്കണം. നമ്മുടെ ലോകം നശിച്ചു പോകരുത്, ജനം നശിപ്പാകെ പാപത്തിൽ വീണു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണം. ഹല്ലേലൂയ. പാപത്തിൽ മുങ്ങിക്കിടക്കുന്നു, പാപത്തിൽ മുങ്ങി ജനങ്ങൾ ഉല്ലാസലഹരിയിൽ വീട് കിടക്കുന്നു. എന്നാൽ ക്രിസ്തു 100% വിശുദ്ധിയോടെ ജീവിച്ചു, പാപത്തെ അതിജീവിച്ചു.
ക്രൈസ്തവ വിശ്വാസികൾ പാപത്തിൽ വീണ് മോഹാലിസിൽപ്പെട്ട് പാപത്തിൽ മുങ്ങി മരിച്ചു കിടക്കുമ്പോൾ കർത്താവായ യേശു പാപത്തെ ജയിച്ച് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇന്നും ജീവനോടെ ക്രിസ്തുവിനെ മാറി വെക്കുമ്പോൾ നമ്മൾ ക്രിസ്തു പാപത്തെ ജയിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്ത ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് വാഴുന്നുണ്ടെങ്കിൽ പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന ക്രൈസ്തവനെ ക്രിസ്ത്യാനി പറയട്ടെ, നീ മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ, മാനസാന്തരപ്പെടണം, നീ പാപത്തെ ജയിക്കണം. ഹല്ലേലൂയ. അപ്പം പാപം ദൈവത്തെയും മനുഷ്യൻ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാണ്. പാപം ദൈവത്തെ മനുഷ്യൻ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ച് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ അകൃത്യങ്ങളെത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളെത്രയും അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അത് നിങ്ങളുടെ പാപമാണ് നിങ്ങളുടെ ദൈവത്തിന് അകറ്റിയത്. നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളിരിക്കുന്ന ദൈവത്തിന്റെ മുഖം അകറ്റിയത്. ആമേൻ സ്തോത്രം. സദസ്യവാക്യം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, തന്റെ ലംഘനങ്ങളെ ഏറ്റു പറയുന്നവന് തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നൊരു ശുഭം വരികയില്ല. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നൊരു ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ലംഘനങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. എന്നെ കേൾക്കുന്ന സഹോദര ഇതിന്റെ ലംഘനം മറച്ചു വെക്കരുത്. എന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞപ്പോൾ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ നീ മദ്യം കുടിക്കയില്ലെന്ന് പറഞ്ഞാൽ കുടിക്കരുത്. പിന്നെ ഏറ്റുപറഞ്ഞ പിന്നെ തുടരുത്. പിന്നെ തൊട്ടാൽ നിന്റെ ജീവിതം നരകമാ. കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണീരുകൾ മാറില്ല. നിന്റെ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമായി മാറും. അതുകൊണ്ട് നിന്റെ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമായി പിശാചിന്റെ കുടുംബത്തിന്മേൽ ആധിപത്യം പുലർത്താതെ നിന്റെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി, നിന്റെ മക്കൾ, നിന്റെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി വിശുദ്ധ ജീവിതം നയിച്ച് പാപത്തെ ജയിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. അതോടെ പാപം ദൈവത്തെയും മനുഷ്യൻ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. പാപം വ്യാധിയും മരണത്തെയും കൊണ്ടുവരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമെന്നാണ് റോമാലേഖനം 6:21 വായിക്കുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് എസ്കേലിന്റെ പുസ്തകം 18:20 വായിക്കുന്നുണ്ട്. അത് തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നതിൽ ശുഭം വരികയില്ല. ഈ 3 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. 4 വാക്യങ്ങൾ. ഒന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:2, ഹല്ലേലൂയ സ്തോത്രം റോമാലേഖനം 6:23, എസ്കേലിന്റെ പുസ്തകം 18:20, സദസ്യവാക്യം 28:13 നിങ്ങൾ വായിക്കണം കേട്ടോ. ഏതോ ദിവസം എഴുതലും വാങ്ങി വായിക്കുന്നേ. ഹല്ലേലൂയ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അവന്റെ സ്തോത്രം ഹല്ലേലൂയ. അവന്റെ മാതാവ് അവനെ പാപത്തിൽ ഗർഭം ധരിച്ചില്ല. യേശുവിന്റെ മാതാവ് മറിയ യേശുവിനെ പാപത്തിൽ ഗർഭം ധരിച്ചെന്ന് പറഞ്ഞാൽ മറിയയുടെ ഭർത്താവായി ഇത് യോസേഫിൽ കൂടെ അല്ല. യേശുവിന്റെ ജനനം മറിയയുടെ ഉദരത്തിൽ. മറിയയുടെ ഉദരത്തിൽ യേശു ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 1 വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ ചിന്തയിൽ പോലും പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യോസേഫിന് ജനിക്കാഞ്ഞത് കൊണ്ട് യേശുവിന്റെ വളർത്തപ്പനായിരിക്കുന്ന യോസേഫിൽ കൂടി മറിയയുടെ ഉദരത്തിൽ യേശു ജനിക്കാതിരുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവിൽ ജനിച്ചതുകൊണ്ടും എന്ത് ചെയ്തു? ഹല്ലേലൂയ. യേശു പാപം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, നാം ഈ ഭൂമിയിൽ അപ്പനും അമ്മയ്ക്കും ജനിച്ചതാണ്. അതുകൊണ്ട് ആ പാപത്തിന്റെ എല്ലാ അനുഭവങ്ങളും പാരമ്പര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മാതാപിതാക്കന്മാരുടെ സ്വഭാവം കടന്നു വരും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപത്തെ അറിയാത്ത കർത്താവിനെ പോലെ പാപം നമ്മുടെ ജീവിതത്തിന് അകറ്റി കളയണം. ഹല്ലേലൂയ. പാപം ഒരിക്കലും അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. അതെ, നമ്മൾ പാപത്തെ ജയിക്കണം. പ്രൈസലോ. പാപത്തെ ജയിച്ച് ജയജീവിതം നയിക്കാൻ ഞാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 12-ാമത്തെ വാക്യം. അതിന്റെ 11, 12, 13 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അതിൽ ക്രിയത് കേട്ടോ. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെ തള്ളിപ്പറയും. ഹല്ലേലൂയ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. കർത്താവിന്റെ സ്വഭാവം ത്യജിപ്പാൻ കർത്താവിന് കഴിയില്ല. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഇന്ന് പകൽ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ കരകളിൽ കടന്നു പോകുന്ന സഹോദര സഹോദരി, നീ വിശ്വാസത്തിലേക്ക് വരുന്നത് നീ കർത്താവിനെ ഈശ്വരൻ അനുഗമിച്ച് കർത്താവിനോട് കഷ്ടം സഹിക്കുന്നെങ്കിൽ നിനക്ക് നിത്യതയിലെത്താം. നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ അഴിയും. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ സാത്താൻ തകർക്കും. നിനക്കൊരു മടങ്ങി ഒരു അനാഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിനോടൊപ്പം ചേർന്ന് പാപത്തിൽ പരിഹാരം ശുദ്ധീകരണം വരുത്തി നീ ഒരു വിശുദ്ധ ജീവിതം
നയിപ്പാൻ, യേശുവിനെ രക്ഷകനും പിതാവുമായി സ്വീകരിച്ച് ആ രക്ഷയിലേക്ക് തിരിയുവാൻ ഇന്ന് ഏൽപ്പിക്കുന്ന എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, എനിക്ക് അങ്ങ് രക്ഷകരായി വേണം, അങ്ങന്റെ പിതാവായി വേണം, അങ്ങന്റെ ജീവിതത്തിലേക്ക് വേണം, അങ്ങന്റെ കുടുംബത്തിന്റെ തലമുറയിലേക്ക്, ഭർത്താവിലേക്ക്, എന്റെ ഭാര്യന്റെ മക്കളിലേക്ക്, അപ്പനും അമ്മമാരിലേക്ക് അങ്ങ് വരണം. ഞങ്ങൾക്ക് അങ്ങിലൂടെ ജീവിക്കണം, അങ്ങനെ സ്വർഗാന്ത്യത്തിൽ ഞങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ 800 കോടി ജനത്തിനായി പ്രാർത്ഥന ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വാർദ്ധ യാചകർ ഓർഫനേജ് ഓട്ടജീവി തലമുറയിലായിരിക്കും ജാതിമത വർഗ വർണ്ണ വ്യത്യാസം കുടിയിട്ട് കൊട്ടാരത്തിൽ പറക്കുന്ന എല്ലാ ധരാടിന്മാരെയും എല്ലാ കോടിപതികളെയും കോടാനുകോടിയുടെ സമ്പത്തുള്ളവരെയും കോടീശ്വരന്മാരെയും ഞാൻ ഓർത്ത് മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാംസ്കാരിക മാധ്യമം, മീഡിയ കാര്യങ്ങൾ, സയൻസ് എഞ്ചിനീയർമാർ, കർത്താവ് ഇവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണമേ. രാഷ്ട്രീയക്കാർക്ക് പ്രാർത്ഥന മാനസാന്തരം കൊടുക്കണമേ. ജനത്തെ മാഫിയ സംഘങ്ങളെ ദൈവം സന്ദർശിക്കണമേ. ബീവറേജ് ബാറ്, അമ്മ കള്ള് ഷാപ്പ്, ഈ ലഹരി മാഫിയ സംഘങ്ങളെ ദൈവം സന്ദർശിക്കണമേ. അവരും എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. കർത്താവ് അതിർത്തികൾ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവൻ നയിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ. സകല മുഖത്ത് ഒരുക്കണം. ഭൂമിയിൽ എല്ലാവരുള്ള ദൈവമക്കൾക്കായി പ്രാർത്ഥന ചെയ്യുക. ദൈവമക്കൾ, ദൈവദാസന്മാർ പാപത്തിൽ വീടുകൊണ്ടിരിക്കുന്ന കർത്താവേ, അവർ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നു. അവരൊക്കെ മാനസാന്തരം മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിനും മാതൃകയോടെ പ്രസംഗിക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.